അങ്ങനെ നമ്മൾ വീണ്ടും 2 ചെറിയ ആൽബിനോ ജയന്റ് ഗൗരാമികളെ വാങ്ങിച്ചിരിക്കുകയാണ്. നമ്മൾ സത്യം പറഞ്ഞാൽ ഇവരെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ച് പോയതൊന്നുമല്ല. നമ്മൾ തീറ്റ വാങ്ങിക്കാൻ വേണ്ടി പോയതാണ്. 1, 2 പെല്ലറ്റ് സൈസ് നമ്മുടെ കയ്യിൽ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു. അപ്പോൾ അതൊന്ന് വാങ്ങിക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ നമ്മളവിടെ ജസ്റ്റ് മീനുകളൊക്കെ ഒന്ന് നോക്കുന്ന സമയത്ത് കണ്ടതാണ് ഈ ചെറിയ ആൽബിനോ ജയന്റ് ഗൗരാമികളെ. ചെറിയ സൈസാണ്. അപ്പോൾ ഇതിന് പെയറിന് റേറ്റ് വരുന്നത് 300 രൂപയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വാങ്ങിയത്. കാരണം ഇതിന് മുമ്പും നമ്മൾ ഒരു പെയറിനെ വാങ്ങിയിരുന്നു. നമ്മുടെ കയ്യിൽ ആകെ 2 ആൽബിനോ ജയന്റ് ഗൗരാമികളാണ് ഉണ്ടായിരുന്നത്. ഇതുപോലെ നമ്മൾ പണ്ട് വാങ്ങിച്ചതാണ് 2 എണ്ണത്തിന് ചെറിയ സൈസ്. പെയർ 300 രൂപയ്ക്ക് തന്നെയാണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അവരിപ്പോൾ ആ ബക്കറ്റിനകത്ത് കൊള്ളാവുന്ന ഒരു സൈസ് ആയിട്ടുണ്ട്. 2 പേരെയും സെപ്പറേറ്റ് 50 ലിറ്ററിൻ്റെ ബക്കറ്റുകളിലാണ് നമ്മൾ വളർത്തുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് പ്ലാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ആ ബക്കറ്റുകളിൽ നിന്ന് ഔട്ട്ഡോർ ടാങ്കിലേക്ക് മാറ്റിയിട്ട് ആ ബക്കറ്റുകളിലേക്ക് ഇവരെ ഇടാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. കാരണം അതിനകത്ത് അത്യാവശ്യം നല്ല റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് ആ 50 ലിറ്ററിൻ്റെ ബക്കറ്റുകളിൽ കുഴപ്പമില്ലാത്ത റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവരെ അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനാണ് വിചാരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഡയറക്റ്റ് അവരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. ആദ്യം നമ്മൾ 2 ആഴ്ച ക്വാറൻറ്റീൻ ചെയ്യുന്നുണ്ട്. ക്വാറൻറ്റീൻ നമ്മൾ ഇൻഡോറാണ് ചെയ്യുന്നത്. ഇൻഡോർ നമ്മൾ 2 കണ്ടെയ്നറിൽ ഇവരെ അത്യാവശ്യം സോൾട്ട് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുത്ത് നമ്മൾ ഫീഡിങ്ങും കാര്യങ്ങളും നമ്മൾ ബീറ്റ ഫിഷിനെ കൊടുക്കുന്ന ആ ഒരു ചെറിയ പെല്ലറ്റാണ് ഫീഡ് ചെയ്യാറുള്ളത്. അത് ഫീഡ് ചെയ്ത് ഒന്ന് കണ്ടീഷൻ ചെയ്ത് നന്നായി ഒന്ന് സെറ്റാക്കിയതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു നമ്മൾ പുറത്ത് സെറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ബക്കറ്റുകളിലേക്ക് മാറ്റുന്നത്. സാധാരണ നമ്മൾ ഇൻഡോർ 1 മാസമൊക്കെ വെക്കാറുണ്ട്, അല്ലെങ്കിൽ 1.5 മാസമൊക്കെ വെക്കാറുണ്ട്. പക്ഷേ ഇനി തൊട്ട് നമ്മളങ്ങനെ വല്ലാതെ ഡിലേ ആക്കുന്നില്ല. നമ്മൾ വാങ്ങിക്കൊണ്ട് വന്ന് മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 2 ആഴ്ച അത്രയൊക്കെ നമ്മൾ ഇൻഡോർ വെച്ച് കണ്ടീഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. എന്നിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഔട്ട്ഡോർ മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത്. ഔട്ട്ഡോർ എന്ന് പറഞ്ഞാൽ ഔട്ട്ഡോർ ടാങ്കിലേക്കല്ല, നമ്മൾ ഈ ബക്കറ്റിൽ വളർത്തി ബക്കറ്റിൽ അവർ വലുതായി എത്രത്തോളം മാക്സിമം ആവാൻ പറ്റും ആ ഒരു സൈസിലേക്ക് അതിന് ശേഷമാണ് ഔട്ട്ഡോർ ടാങ്കുകളിലേക്ക് നമ്മൾ മാറ്റാറുള്ളത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും അത്യാവശ്യം ആക്റ്റീവായിട്ടുള്ള 2 പീസിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ പ്രൈസ് ഞാൻ നേരത്തെ പറഞ്ഞു 300 രൂപയാണ് ഇതിന് പ്രൈസ് ആയത്. നമ്മൾ ആ ഒരു പ്രൈസിനാണ് വാങ്ങാറുള്ളത്. ആൽബിനോകൾ നമ്മുടെ കയ്യിൽ ഓൾറെഡി 2 എണ്ണം ഉള്ളതുകൊണ്ട് നമുക്ക് പുതിയത് 2 എണ്ണത്തിനെ വാങ്ങാനുള്ള പ്ലാൻ ഇല്ലായിരുന്നു. നമ്മൾ പിങ്കിനെ ആയിരുന്നു പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അതായത് പിങ്ക് ജയന്റ് ഗൗരാമി. അതും ഏകദേശം ഈ പ്രൈസൊക്കെ തന്നെയാണ് വരുന്നത്. പക്ഷേ നമുക്ക് ഒരിക്കലും നമ്മൾ പെറ്റ് ഷോപ്പ് വിസിറ്റ് ചെയ്ത സമയത്ത് ഈ ചെറിയ സൈസിലുള്ള പിങ്കിനെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല. അത് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പിങ്കിനെ ആയിരിക്കും എടുക്കുക. കാരണം നമ്മുടെ കയ്യിൽ ഓൾറെഡി 2 ആൽബിനോ ഉള്ളതുകൊണ്ട് പിങ്കിനെ ആയിരിക്കും നമ്മൾ ചൂസ് ചെയ്യുക. പക്ഷേ പിങ്കിനെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. ഈ ഒരു ചെറിയ സൈസ് ഈ ഒരു 300 രൂപയുടെ റേഞ്ചിൽ പെയർ കിട്ടുന്നൊന്നും നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ നമ്മൾ ഇതിനെയാണ് കണ്ടത്. അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും വാങ്ങി. കാരണം ആൽബിനോവും പിങ്കുമാണ് റേറ്റ് കൂടിയ വെറൈറ്റികളിൽ വരുന്നത്. പിന്നെ ഏറ്റവും ഹൈ റേറ്റ് വരുന്നത് റെഡ് ടെയിലാണ്. റെഡ് ടെയിലിനെയൊക്കെ നമ്മൾ തീർച്ചയായിട്ടും അത് ചില ഷോപ്പുകളിലൊക്കെയാണ് കിട്ടാറുള്ളത്. മാത്രമല്ല അതിൻ്റെ പ്രൈസും കൂടുതലാണ്. റെഡ് ടെയിൽ ജയന്റ് ഗൗരാമി അത് പിന്നീട് എപ്പോഴെങ്കിലും നമ്മൾ വാങ്ങാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ കൂടുതലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വാങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആൽബിനോ അതുപോലെ തന്നെ ഈ പറഞ്ഞ പിങ്കുമാണ്. പിന്നെ ബ്ലാക്ക് വെറൈറ്റി ഉണ്ട്. ബ്ലാക്ക് നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 6-7 എണ്ണം നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. അതുകൊണ്ട് ഇനി നമ്മൾ ബ്ലാക്ക് പുതിയതായിട്ട് നമ്മളൊന്നും വാങ്ങില്ല. വാങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെയായിരിക്കും വാങ്ങുന്നത്, ആൽബിനോ അല്ലെങ്കിൽ പിങ്ക്. പിന്നെ നമ്മൾ ഈ വൈറ്റ് തന്നെ ബ്ലാക്ക് ഐ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഈ ആൽബിനോ എന്ന് പറയുന്നത് വൈറ്റ് ബോഡി അതുപോലെ റെഡ് ഐ ആണ്. നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ എൻ്റെ കണ്ണ് റെഡാണ്. ഇതേപോലെ തന്നെ വൈറ്റ് വരുന്നുണ്ട്, അത് ബ്ലാക്ക് ഐ വരുന്നുണ്ട്. നമ്മൾ അതിനെയാണ് ഏറ്റവും അവസാനം വാങ്ങിയത്. നമ്മൾ 2 ചെറുതിനെ വാങ്ങിയിരുന്നു, വൈറ്റ് വിത്ത് ബ്ലാക്ക് ഐ. അപ്പോൾ അത് നമ്മുടെ കയ്യിൽ 2 എണ്ണം ഉണ്ടായിരുന്നു. പക്ഷേ ഒരെണ്ണം ഇൻഡോർ നമ്മളൊന്ന് സ്ഥലം മാറ്റി വെച്ചപ്പോൾ അതിൻ്റെ സ്ട്രെസ്സ് വന്നിട്ട് ഒരെണ്ണം ചത്തുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കി ഒരെണ്ണം നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളൊരു ജനറൽ അപ്ഡേറ്റ് വീഡിയോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കയ്യിലുള്ള എല്ലാ ജയന്റ് ഗൗരാമിയും കാണിച്ചുകൊണ്ട് നമ്മളൊരു വീഡിയോ, എനിക്ക് തോന്നുന്നു ഒരു 2 വീഡിയോ മുമ്പെങ്ങാണ്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിലുള്ള എല്ലാ ജയന്റ് ഗൗരാമികളെയും ആ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നുണ്ട്. നമ്മുടെ ചാനലൊന്ന് ജസ്റ്റ് വിസിറ്റ് ചെയ്ത് നോക്കിയാൽ മതി. ഞാൻ ഇതുവരെ വളർത്തിയ മീനുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വെറൈറ്റിയാണ് ഈ ഒരു ജയന്റ് ഗൗരാമി എന്ന് പറയുന്നത്. ഒന്നാമത്തെ കാര്യം, ഇത് നല്ല സൈസ് വെക്കുന്ന ഒരു മീനാണ്. പിന്നെ ഭംഗിയുടെ കാര്യത്തിലാണെങ്കിലും ഒട്ടും പുറകിലല്ല. പിന്നെ അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ പല വെറൈറ്റികൾ വരുന്നുണ്ട്. ബ്ലാക്ക് വരുന്നുണ്ട്, പിങ്ക് വരുന്നുണ്ട്, ആൽബിനോ വരുന്നുണ്ട്, വൈറ്റ് ബ്ലാക്ക് ഐ വരുന്നുണ്ട്, റെഡ് ടെയിൽ വരുന്നുണ്ട്. കെയറും അത്യാവശ്യം എളുപ്പമാണ്. പിന്നെ ഇത് പെല്ലറ്റ് കഴിക്കും, വെജിറ്റേറിയൻ ഫുഡ് കഴിക്കും, നോൺ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കും. അങ്ങനെ എല്ലാം കൊണ്ടും അടിപൊളി മീനാണ്. അതുകൊണ്ടാണ് ആരും ഇതിനെ മേടിച്ച് വളർത്തിയാലും അഡിക്റ്റ് ആവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ കാണുന്ന 2 കണ്ടെയ്നറുകളിൽ വെച്ചാണ് നമ്മൾ ഇൻഡോർ ഇവരെ ക്വാറൻറ്റീൻ ചെയ്യുന്നത്. ഇതിനകത്ത് നമ്മൾ സോൾട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇതിൽ ചെറിയ, ഞാൻ നേരത്തെ പറഞ്ഞു ബീറ്റ ഫിഷുകൾക്ക് കൊടുക്കുന്ന ആ ചെറിയ പെല്ലറ്റാണ് നമ്മൾ ഫീഡ് ചെയ്യുന്നത്. അത് ഇവർ നല്ല രീതിയിൽ കഴിക്കുകയും ചെയ്യാറുണ്ട്. നമ്മൾ ഇതിനു മുമ്പ് ഒക്കെ പല മീനുകളെയും ക്വാറൻറ്റീൻ ചെയ്തപ്പോൾ പല ജയന്റ് ഗൗരാമികളെയും ക്വാറൻറ്റീൻ ചെയ്തത് ഈ രീതിയിൽ തന്നെയായിരുന്നു. ഇവർ 1-2 ദിവസങ്ങൾ കൊണ്ട് തന്നെ ഈ കണ്ടെയ്നറിനകത്ത് സെറ്റ് ആവാറുണ്ട്. പിന്നെ ഫുഡൊക്കെ പിറ്റേ ദിവസം തൊട്ട് നെക്സ്റ്റ് ഡേ തൊട്ട് തന്നെ ഇവർ കഴിച്ചു തുടങ്ങും. പിന്നെ നമ്മൾ വെള്ളം മാറ്റി അത്തരം കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി.
ഇങ്ങനെ ഒരു 2 ആഴ്ചയോളം നമ്മൾ ഇവരെ ഒന്ന് ക്വാറന്റൈൻ ചെയ്ത് ഫുഡൊക്കെ കൊടുത്തൊന്ന് സെറ്റാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്ഡോർ ഏതെങ്കിലും ടാങ്കുകൾ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മൾ ബക്കറ്റുകളിലേക്കാണ് മാറ്റുന്നത്. 50 ലിറ്ററിൻ്റെ ബക്കറ്റുകളിലേക്കാണ് നമ്മൾ ഇവിടെ നിന്ന് ഇനി ഇവരെ ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്നത് 2 ആഴ്ച കഴിയുമ്പോൾ. അതിനുശേഷം ആ ബക്കറ്റുകളിൽ അവർ മാക്സിമം സൈസ് ആകുമ്പോൾ പിന്നീട് വേറെ വലിയ സ്പേസിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ സാധാരണ എല്ലാ ജൈൻറ്റ് അക്വേറിയങ്ങളിലും ചെയ്യാറുള്ളത്. പിന്നെ ഇവരെ വളർത്തുമ്പോൾ നമ്മൾ ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കാത്ത ടാങ്കുകൾ, അതായത് ഏതെങ്കിലും ട്രസ്സിന് കീഴിലോ അല്ലെങ്കിൽ വെള്ളത്തിലേക്ക് ലൈറ്റ് ഒന്നും കടക്കാത്ത ഏരിയയിലാണ് നിങ്ങൾ ഇതിനെ വളർത്തുന്നതെന്നുണ്ടെങ്കിൽ വാട്ടർ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ ചെക്ക് ചെയ്യേണ്ടി വരും. കാരണം എയറേഷൻ, ഫിൽട്രേഷൻ അത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ ചെക്ക് ചെയ്യേണ്ടി വരും. അതേസമയം നമ്മൾ സൺലൈറ്റ് അടിക്കുന്ന ഒരു ഓപ്പൺ എയറിലുള്ള ഒരു ടാങ്കാണ് എന്നുണ്ടെങ്കിൽ കുറേ കാര്യങ്ങളൊക്കെ നാച്ചുറലായിട്ട് നടന്നോളും. അതിനകത്ത് ഇപ്പോൾ ആൽഗയൊക്കെ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കുറേ കാര്യങ്ങളൊക്കെ നാച്ചുറലായിട്ട് നടക്കും. ഫിൽട്രേഷൻ, എയറേഷൻ അതൊക്കെ നാച്ചുറലായിട്ട് നടക്കും. അതായത് ഇപ്പോൾ ആൽഗയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫോട്ടോസിന്തസിസ് കാര്യങ്ങളൊക്കെ നടന്ന് നാച്ചുറലായിട്ട് തന്നെ ഓക്സിജൻ വെള്ളത്തിലേക്ക് റിലീസ് ചെയ്യും. അതുപോലെ തന്നെ ആൽഗ അത്യാവശ്യം അതായത് ഈ ടാങ്കിൽ ഉണ്ടാകുന്ന അമോണിയ, അതായത് അമോണിയ കൺവേർട്ട് ചെയ്തിട്ട് നൈട്രൈറ്റ്സ് ആയി, പിന്നെ അത് നൈട്രേറ്റ്സ് ആയി. ആ നൈട്രേറ്റ് ഈ ആൽഗയെ വലിച്ചെടുത്ത് അങ്ങനെ നാച്ചുറൽ ഫിൽട്രേഷനും നാച്ചുറൽ ടാങ്കുകളിൽ നടക്കാറുണ്ട്. അതായത് ഓപ്പൺ എയറിൽ സൺലൈറ്റ് ഒക്കെ അടിക്കുന്ന ടാങ്കുകളാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് നാച്ചുറലായിട്ട് നടക്കാറുണ്ട്. അപ്പോൾ വാട്ടർ ചേഞ്ച് കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ച് ഡിലേ ആയിട്ട് ചെയ്താലും മതി. ഇതുപോലെ ഇൻഡോർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതുപോലെ ഒരു കാരണവശാലും നമുക്ക് ഡിലേ ആക്കാൻ പറ്റില്ല. അത് കൃത്യമായിട്ട് ചെക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മീനുകൾക്ക് പ്രോബ്ലം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് ഏത് മീനാണെങ്കിലും, ഈവൻ ജയൻറ്റ് ഗോരാമി വളരെ ഈസി ആയിട്ട് കെയർ ചെയ്യാൻ പറ്റുന്ന മീനാണെങ്കിൽ പോലും ഇൻഡോർ ഇത്തരം സാഹചര്യങ്ങളിലാണ് എന്നുണ്ടെങ്കിൽ അത് മൊത്തം ആർട്ടിഫിഷ്യലായിരിക്കും. എല്ലാം നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് കൊടുക്കണം, ഒന്നും നാച്ചുറലായിട്ട് നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെയൊക്കെ നമ്മൾ ഇത്തരം കൺട്രോൾഡ് എൻവയോൺമെൻറ്റിൽ, അതായത് നാച്ചുറൽ അല്ലാത്ത ആർട്ടിഫിഷ്യൽ സെറ്റപ്പിൽ നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പണി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ കണ്ടീഷൻ ചെയ്യാൻ പോവുകയാണ്. കണ്ടീഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളവരെ പുറത്തേക്ക് മാറ്റും. ഇവരെക്കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റുകളൊക്കെ നമ്മൾ വരും വീഡിയോകളായിട്ട് അപ്ലോഡ് ചെയ്യാം. ഇവരുടെ കൂടെ ഞാൻ 2 മീനും കൂടി വാങ്ങിയിട്ടുണ്ട് കേട്ടോ അഡീഷണലായിട്ട്. അത് മലബാർ സ്നേക്ക് ഹെഡിൻ്റെ കുഞ്ഞുങ്ങളാണ്, നമ്മുടെ ചന്ന ഡിപ്ലോഗ്രാമ. അത് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വാങ്ങിയതാണ്. അത് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോസ് മീനുകളെ ഇഷ്ടപ്പെടുന്നവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.